പ്രിയമുള്ള സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുൽഹജ്ജ് 10 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചിരുന്ന ഒരു പ്രാർത്ഥനയായി പരിചയപ്പെടുത്തിയത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥനയാണ് എന്ന് കാണാൻ കഴിയും. അതിനൊരു കാരണം പറഞ്ഞത് സൂറത്തുൽ ബഖറയിലാണ് ഹജ്ജിനെ കുറിച്ചുള്ള ഏകദേശം ഒരു രൂപം വിശദീകരിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 196 മുതൽ ഒരു 204 വരെയുള്ള ആയത്തുകളിലാണ് ഹജ്ജിനെ കുറിച്ചുള്ള ഏകദേശം പറയുന്നത്. ആ ഹജ്ജ് കർമ്മങ്ങൾ വിശദീകരിക്കുന്നതിന്റെ ഇടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് കൊണ്ടുപോയി വയ്ക്കുന്നത്. ജനങ്ങളിൽ ഒരു കൂട്ടരുണ്ട്, അവരുടെ പ്രാർത്ഥന റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിലെ ഹസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. വമാ ലഹും മിൻ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്ത് അവർക്കൊന്നും കിട്ടൂല, കാരണം അവർ ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രം ചോദിക്കുന്നുള്ളൂ. വമിൻഹും, എന്നാൽ ജനങ്ങളിൽ വേറൊരു കൂട്ടരുണ്ട്, അവരാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അവരങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്, അവർക്കാണ് യഥാർത്ഥത്തിൽ ശരിയായ വിഹിതം അള്ളാഹു നൽകുക എന്നാണ്. അപ്പൊ ഹജ്ജുമായി ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് ഹജ്ജ് കർമ്മങ്ങളിൽ നമ്മളോട് കാണാതെ പഠിച്ച് പ്രാർത്ഥിക്കണം എന്ന് ഊന്നി പറഞ്ഞ ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി ഏത് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ഒരു പ്രാർത്ഥന റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥനയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഖുർആൻ പിൻബലം നൽകിയതും ഈ ഒരു പ്രാർത്ഥനക്കാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ മറ്റു പ്രാർത്ഥനകളൊക്കെ വർദ്ധിപ്പിക്കുന്നതൊപ്പം തന്നെയും ഈ പ്രാർത്ഥനയും നമ്മൾ വർദ്ധിപ്പിച്ചാൽ, ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഒരു മനുഷ്യൻ രാവിലെ ഇത് മാത്രം പ്രാർത്ഥിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും മറ്റൊരു പ്രാർത്ഥന അയാൾ പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ പോലും അയാൾക്ക് എല്ലാം ആ പ്രാർത്ഥനയിലുണ്ട്. അല്ലാഹുവേ, നീ എനിക്ക് ദുനിയാവിലെ ഹസനത്ത് തരണമേ, പരലോകത്ത് ഹസനത്തും തരണം, പിന്നെ എന്ത് ചെയ്യണം, നരകത്തെ രക്ഷപ്പെടുത്തുകയും വേണം. അതോടുകൂടി എല്ലാം അതിൽ ഉൾക്കൊണ്ട് അത്രയും ആശയ ഉൾക്കൊണ്ടൊരു പ്രാർത്ഥനയാണെന്നാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ പ്രാർത്ഥനയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. ഈ ദിവസങ്ങൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.